ഇവിടുത്തെ കുത്തിയോട്ട വിശേഷങ്ങളെ പറ്റി ഒരു 2 വാക്ക്. ഇത് തിരുവനന്തപുരത്തുള്ള സൗമ്യ എസ് നായർ സായുജ്യം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വകയായിട്ട് അവരുടെ കുടുംബ വീടായിരുന്നു ഈ കുത്തിയോട്ടം നടത്തുന്ന സ്ഥലം. ഇരഴ വടക്ക് കൊച്ചു കന്നാശ്ശേരി. അവിടെ വെച്ച് അവർ ഈ വർഷം നടത്തുകയാണ്. അതിന് കാരണം ആ കുട്ടി രണ്ടാമത് പ്രസവത്തിനോടനുബന്ധിച്ച് 6 മാസം കഴിഞ്ഞപ്പം കോവിഡിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുകയും 2 കാലും തളർന്നു പോവുകയും ചെയ്തു. 45 ദിവസത്തോളം ശ്രീചിത്രയിലും മറ്റും ചികിത്സ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മ ഈ ചെട്ടുളങ്ങര ദേവിയെ വിളിച്ച് അപേക്ഷിച്ചു, എൻ്റെ കുഞ്ഞ് നടന്നാൽ ഞാനൊരു കുത്തിയോട്ടം അമ്മയ്ക്ക് സമർപ്പിച്ചേക്കാവുന്നു. അതും പ്രകാരം 90% ഭേദഗതിയോടുകൂടി കാൽനാട്ടുകർമ്മം ഉൾപ്പെടെ എല്ലാ ചടങ്ങുകൾക്കും ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. അതിനു വേണ്ടിയാണ് അവർ ഇവിടെ വെച്ച് സ്ഥലം കിട്ടാതെ വന്നു. അവർ തന്നെ തിരക്കിയപ്പോൾ അവർ വിറ്റ സ്ഥലം അവർക്ക് കിട്ടി. അവിടെ വെച്ച് ഈ കുത്തിയോട്ടം ഇപ്പം നടത്തപ്പെടുന്നു. ആശാന്റെ സമിതിയെക്കുറിച്ച് ചില വാക്കുകളൊന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പാരമ്പര്യ ആശാന്മാരാണ്. അതായത് പാച്ചനാശാൻ, മാധവനാശാൻ പരമ്പര. പാച്ചനാശാനും മാധവനാശാനും എൻ്റെ അമ്മാവനാണ്. അവരോടൊപ്പം നിരവധി കുത്തിയോട്ടം വളരെ കൊച്ചിലെ ഏതാണ്ട് 10 വയസ്സ് മുതലേ അവരുടെ കൂടെ കുത്തിയോട്ടം അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം 81 മുതലേ ആശാൻ്റെ മരണശേഷം ഞാൻ തന്നെ കുത്തിയോട്ടം ഏതാണ്ട് ഇപ്പം 42ാമത്തെ കുത്തിയോട്ടമാണ് ഇപ്പം നടത്തുന്നത്. ഞങ്ങളുടെ സമിതി ജഗദാംബിക കുത്തിയോട്ട കലാക്ഷേത്രം ഇരഴ വടക്കാണ് ഞങ്ങളുടെ താമസവും ഞങ്ങളുടെ കളരിയും എല്ലാം. എൻ്റെ വീട്ടിലെ മഠത്തിൽ, ഇരഴ വടക്ക് മഠത്തിൽ എന്ന ഭവനത്തിലാണ്. അവിടെ വെച്ചാണ് കുട്ടികളെ കുത്തിയോട്ടം അഭ്യസിപ്പിക്കുന്നതും പാട്ട് പഠിപ്പിക്കുന്നതും എല്ലാം. നിരവധി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലർ ആശാന്മാരായിട്ടുണ്ട്. അവർ പറയുവാണെങ്കിൽ മാത്രം ഞാൻ അവരുടെ ആശാനാണെന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ. അല്ലാതെ അങ്ങോട്ട് കയറി അതെൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നില്ല. അതിൽ 3-4 പേരിപ്പം സമിതികളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ എത്ര അംഗങ്ങളുണ്ട് ഈ സമിതിയിൽ? ചെവിടുകാർ ഏതാണ്ട് 60-65, പാട്ടുകാരും മറ്റേ ഇതിൻ്റെ സംഗീത ഇൻസ്ട്രുമെൻറ്റുകാരും എല്ലാം കൂടെ 100-105 പേരോളം ഇപ്പം നിലവിലുണ്ട്. അതിൻ്റെ മുഖ്യ ആശാനായിട്ട് ഞാൻ തന്നെയാണ്. രവി ആശാൻ എന്നാണ് അറിയുന്നത്. മഠത്തിൽ രവി ആശാൻ എന്നാണ് എന്നെ അറിയുന്നത്. പിന്നെ എൻ്റെ കൂടെ
എൻ്റെ മോനുണ്ട് ഇപ്പം അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യാൻ. അതിൽ കൂടാതെ തന്നെ 5-6 പേര് ഇപ്പോഴും ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ അവർ ഒരുക്കുന്നത്. കൂടാതെ ഒന്ന് ഒന്ന് ഹരി പാട്ട് ഹരി പാടുന്നുണ്ട്. പിന്നെ രാഹുൽ മഠത്തിൽ, പിന്നെ രഞ്ജിത്ത്, 2 രഞ്ജിത്തുമാരുണ്ട് കുമ്മി പാടും. ഞങ്ങളെല്ലാം പഴയ പാട്ട് മാത്രം, ഞാനും മോനും പഴയ പാട്ട് മാത്രം, പഴയ ആശാൻ്റെ പാട്ട്, ആശാനാശാൻ്റെ പാട്ടുകൾ അത് മാത്രം കൂട്ടി ചെയ്ത് പാടുന്നവരാണ്. മറ്റുള്ളവരെ കുമ്മി, പുതിയ തലമുറയിലെ കുമ്മി പാടും. എന്നാലും അനുഷ്ഠാനത്തിന് ഒരു മാറ്റവും വരുത്താതെ പണ്ടത്തെ രീതിയിൽ തന്നെ കുടിയിരുത്ത സങ്കല്പം നടത്തുന്ന ആശാൻ്റെ പരമ്പരയിലുള്ള ഒരാൾ ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പ്രത്യേക ഒരു പന്തൽ 24 കോൽ 8 അങ്കുലത്തിൽ ഒരു പന്തലിട്ട് ഇതിൻ്റെ പുറകിൽ കാണുന്ന ദൃശ്യത്തിൽ അത് കാണാം. അതിൽ 2 കോൽ 10 അങ്കുലത്തിൽ ഒരു മണ്ഡപം തീർത്ത് അതേ ദേവിയെ ശിവരാത്രി ദിവസമോ അല്ലെങ്കിൽ കുത്തിയോട്ട തിരുവോണ നാളിലോ കുടിയിരുത്തും. വൈകിട്ട് 4 ജ്യോത്സ്യം നിശ്ചയിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് കുടിയിരുത്തി തുടങ്ങുന്ന 5-6 ദിവസത്തെ പരിപാടിയാണ് ചെട്ടുളങ്ങര കുത്തിയോട്ടം. മറ്റ് സ്ഥലങ്ങളിലും നിരവധി കുത്തിയോട്ടങ്ങളുണ്ടെങ്കിലും ഈ അനുഷ്ഠാന വൈപല്യം കൊണ്ട് ചെട്ടുളങ്ങര കുത്തിയോട്ടം വേറിട്ട് നിൽക്കുന്നു. അതായത് ഒന്നെങ്കിൽ വഴിപാടുകാരൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വഴിപാടുകാരൻ നിശ്ചയിക്കുന്ന സ്ഥലത്തോ വേണം ചെട്ടുളങ്ങരയിലെ കുത്തിയോട്ടം നടത്താൻ. മറ്റ് പല കരുവാറ്റ പല സ്ഥലങ്ങളിലും ഓരോ വീട്ടിലെ ഓരോ ദിവസം നടത്തുന്ന സമ്പ്രദായമുണ്ട്. കടയ്ക്കലുണ്ട് കുത്തിയോട്ടം. തിരുവനന്തപുരത്ത് അറിയാമല്ലോ, ആറ്റുകാലിനെ പറ്റി പറയണ്ട. അവിടെ അമ്പലത്തിൽ തന്നെയാണ് കുട്ടികളെ താമസിപ്പിക്കുന്നത്. ചെട്ടുളങ്ങരയിലെ കുത്തിയോട്ടത്തിൻ്റെ പ്രത്യേകത വേറെയാണ്. അത് ദത്തെടുക്കുകയോ സ്വന്തം കുഞ്ഞുങ്ങളെയോ അവരുടെ രക്തബന്ധത്തിലുള്ളവരെയോ വേണം തിരഞ്ഞെടുക്കാൻ. അത് 2001 ദേവപ്രസന്ന വിധി പ്രകാരം അങ്ങനെ തന്നെ വേണം. 8 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളായിരിക്കണം. മനസ്സുകൊണ്ട് പോലും ദുഷിക്കാത്ത രക്തം, അതാ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചില നിബന്ധനകളൊക്കെ ഉണ്ട് ചൂലിന് മുറിയുന്നതിനെ സംബന്ധിച്ച്. ആ കാര്യത്തിലോട്ടൊന്നും ഇപ്പം കിടക്കുന്നില്ല. അങ്ങനെയാണ് ചെട്ടുളങ്ങരയിലെ കുത്തിയോട്ടം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
കുത്തിയോട്ടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, പണ്ട് ചുക്കുവായും ചുക്ക് കാപ്പി അതായിരുന്നു താഴെ നിലത്തിരുന്ന് അതായിരുന്നു ആഹാരം. ഭരണി ദിവസം മാത്രം വിപുലമായ സദ്യ. ഇപ്പോൾ അതിൻ്റെ കാലം മാറിക്കഴിഞ്ഞപ്പം ദിവസവും സദ്യയും പിന്നെ അശ്വതിയുടെ എന്തൊരു സമൂഹ സദ്യയും ഒക്കെ ഉണ്ട്. ഇത് തൻ്റെ കയ്യിലുള്ള ദ്രവ്യത്തിൻ്റെ തോതനുസരിച്ച് വിധാനം കൂട്ടിയും കുറച്ചും കുത്തിയോട്ടം നടത്താം. ഒരു കുത്തിയോട്ടത്തെ സംബന്ധിച്ച് വഴിപാടുകാരനും ആശാനും കൂടിയിരുന്ന് ആലോചിച്ച് തൻ്റെ കയ്യിൽ കുത്തിയോട്ടത്തിന് എത്ര രൂപ അല്ലെ എത്ര ദ്രവ്യം നീക്കി വെച്ചിട്ടുണ്ടോ അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചിലവാക്കാമെന്ന് പരിണതപ്രജ്ഞനായ ഒരു ആശാൻ. ഇത് ഞാൻ എടുത്തു പറയുന്ന കാരണം ഇപ്പോഴത്തെ സമിതികൾ കണ്ടു വളർന്ന് ഞാനൊക്കെ മൈക്കില്ലാതെ പാടി തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാട്ടിനെ വെച്ച് ശബ്ദം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. മോൻ പോലും എൻ്റെ ഇന്നും പറഞ്ഞിരിക്കുക അച്ഛൻ പാടി എനിക്ക് തരണ്ടാണ്, അവർക്ക് ആ പിച്ചിലെടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വന്നവർക്ക് ഒരു പ്രത്യേകത, അവർ കണ്ടത് ഈ പൂ കൊണ്ട് അലങ്കാരവും ഈ കസേരയിലിരുന്ന് കാണലും. ഞങ്ങൾ പരമാവധി യജ്ഞമണ്ഡപത്തിൽ കസേര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് നേരെ അവിടെ ഒരു പായിട്ട് ബാക്കിയുള്ളിടത്ത് കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ദ്രവ്യം കുത്തിയോട്ടത്തിന് എത്ര ഉണ്ടോ അത് നമ്മൾ വെച്ച് കഴിയുന്ന അത്രയും ഭക്ഷണം കൊടുത്തും കൊടുക്കാതെ കുത്തിയോട്ടം നടത്താം. അതാണ് ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ കുത്തിയോട്ടം വളരെ പരിമിതമായ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അവർക്കൊരു ഒരു ഒരു കിഴിയുണ്ട്, ആ കിഴിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഏതെങ്കിലും ഒരു കുത്തിയോട്ട പാട്ടിന്റെ ഒരു ഭാഗം ആശാൻ പാടാം. ചെട്ടുളങ്ങരയിലെ പാച്ചനാശാൻ തന്നെ എഴുതിയ വളരെ പ്രശസ്തമായ ദേവി സ്തുതിയിൽ അതിൻ്റെ 4 വരി പാടാം. ദേവി മഹാമായേ തമ്പുരാട്ടി പരിപാവനെ പാപപരിഹാരിണി ചേവടി കുപ്പുന്നേൻ ചെട്ടി കുളങ്ങരെ വാഴും ഭഗവതി പാകി പാകി സത്യസ്വരൂപിണി സർവലോകാധിപേ നിത്യേ നിരാമയേ നിഷ്കളങ്കേ മുക്തിപ്രദായിനി ചെട്ടി കുളങ്ങരെ വാഴും ഭഗവതി പാകി പാകി.
Namaste.